കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയുമായി പിടിയിലായ രാജസ്ഥാൻ സംഘത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ തമിഴ്നാട് പോലീസ് ഇന്ന് അപേക്ഷ നൽകിയേക്കും. കണ്ടെയ്നർ പരിശോധിച്ചപ്പോൾ ഗ്യാസ് കട്ടർ കണ്ടെടുത്തിരുന്നു. ATM കവർച്ച ലക്ഷ്യമിട്ടാണ് പ്രതികൾ എത്തിയത് എന്നാണ് നിഗമനം. പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, അതീവ നാടകീയമായിരുന്നു എല്ലാ കാര്യങ്ങളും ഇതുമായി നടന്നത്. ഇന്നിപ്പോൾ മൊഴി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു അപേക്ഷ നൽകുമെന്നാണ് കരുതുന്നത്. ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശ്രീജ, തിങ്കളാഴ്ചയാണ് തമിഴ്നാട് പോലീസ് ഇവിടേക്ക് കേരളത്തിലേക്ക് ഒരു ഈക്കോ കാർ മോഷ്ടിച്ചൊരു സംഘം കടന്നിട്ടുണ്ട്, കണ്ടെയ്നറിൽ മോഷ്ടിച്ചൊരു സംഘം കടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കേരള പോലീസിന് നൽകുന്നത് എങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും സാധാരണ പരിശോധനയ്ക്കിടെ തന്നെയാണ് കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ അതിൽ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ATM തകർക്കാനുള്ള ഉപകരണങ്ങൾ, ഗ്യാസ് കട്ടറും അനുബന്ധ സാധനങ്ങളും ഒക്കെ കണ്ടെടുത്തത് കൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഹരിയാനയിലെ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള, അതായത് മോഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള സദ്ദാമിന്റെ സംഘമാണ് ഈ കേരളത്തിലുള്ളത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിഗമനം പോലീസിനുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ഈ സൈഗൂൾ എന്ന് പറയുന്ന, അതായത് പോലീസ് സ്റ്റേഷൻ തകർത്ത് പോലീസുകാരെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി, അയാളെ ഈ സംഘത്തിലെ പ്രധാന തലവന്മാരിൽ ഒരാളാണ്, പ്രധാന മോഷ്ടാക്കളിൽ ഒരാളാണ്. അയാൾ വിവിധ മോഷണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആസൂത്രണം ചെയ്ത ചരിത്രമുണ്ട് എന്നൊക്കെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ സദ്ദാം എന്ന് പറയുന്ന ആൾ ഹരിയാനയിലെ തന്നെ വലിയ ഒരു മോഷ്ടാവാണ്, വലിയൊരു ഗുണ്ടയാണ്, ഗുണ്ട തലവനാണ്. ഇയാളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മോഷണ സംഘങ്ങൾ ഇന്ത്യയിലുടനീളം സജീവമായി ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ, അതായത് ഈ കണ്ടെയ്നർ നമുക്കറിയാം, കണ്ടെയ്നറിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. GST CGST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. അതുപോലെ തന്നെ കണ്ടെയ്നറിൽ 8 ലക്ഷം രൂപയോളം വില വരുന്ന AC ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ എല്ലാം ബില്ലുകളൊക്കെ കൃത്യമായുണ്ട്. ഇത്തരം ഇൻഫർമേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന ഒരു സാഹചര്യം, ചെക്ക് പോസ്റ്റിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങി വരാനുള്ള എല്ലാ എവിഡൻസോടും കൂടിയാണ് ഇവർ കണ്ടെയ്നറുമായി കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇൻഫർമേഷൻ. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഘത്തെയും പിടികൂടിയിട്ടുള്ളത്. കാരണം കണ്ടെയ്നറിന്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണ്. അതിൽ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നികുതി വെട്ടിപ്പോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനങ്ങളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ സാധാരണയായി ഒരു ചെക്ക് നടത്തുകയാണെങ്കിൽ അത് വിട്ടയക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുന്നത്. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസിന് ഇൻഫർമേഷൻ കൂടി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചെക്കിംഗ് കൂടുതൽ തീവ്രമാക്കിയതും. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ കണ്ടെത്തുന്നതും അങ്ങനെയാണ്. എന്തായാലും ഇവർക്കെതിരെ 2 കേസുകളാണ്, പ്രധാനമായും രണ്ടും ജാമ്യമില്ലാത്ത കേസുകൾ തന്നെയാണ്, വകുപ്പിൽപ്പെടുന്ന കേസുകൾ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ATM തകർത്ത്, അതായത് കണ്ടെയ്നർ കൊണ്ടുവന്ന് നിർത്തി ATMന്റെ മുന്നിൽ നിർത്തിയിട്ട് പിന്നീട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ATMൽ നിന്ന് പണം അപഹരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഇവരുടേതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇവർ ചോദ്യം ചെയ്യൽ ഇതൊന്നും സമ്മതിച്ചിട്ടില്ല. പക്ഷേ അത്തരം ആസൂത്രണമായിട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് കാറ് മോഷ്ടിക്കുകയും ആ കാറിൽ പോയി മോഷണം നടത്തുകയും തിരിച്ച് കാറ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ച് വരുന്നത് എന്നുള്ള ഇൻഫർമേഷനുമുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തമിഴ്നാട് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ഇന്നലെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇനി ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവരെ റിമാൻഡ് ചെയ്യണം, കോടതി റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവർ ചോദ്യം ചെയ്യലൊന്നും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല ഈ 2 കേസുകളെന്ന് പറയുന്നത്, ഒന്ന് ATM തകർത്ത് പണം അപഹരിച്ചു പോകാനുള്ള നീക്കങ്ങളുമായിട്ട് അതിനുള്ള ഉപകരണങ്ങളുമായി ഇവരെ പിടികൂടി എന്നുള്ളതും, രണ്ടാമത്തത് ഈ സൈക്കിൾ എന്ന് പറയുന്ന ഹരിയാന സ്വദേശിയായിട്ടുള്ള ഈ കൂട്ടത്തിലുള്ള പിടിക്കപ്പെട്ട ഒരു മോഷ്ടാവ്, അയാൾ ഈ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ വാതിൽ തകർത്ത് രക്ഷപ്പെടാൻ, ജനൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ പോലീസുകാരനെ പിടിക്കാൻ ചെന്ന പോലീസുകാരനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. അതായത് അവരുടെ പോലീസുകാരുടെ കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതി. ശരി, എന്തായാലും ഈ വിഷയത്തിൽ തമിഴ്നാട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് കരുതുന്നത്. ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് രാവിലെ